വട്ടിയൂർക്കാവിൽ കെ കരുണാകരന്റെ മക്കൾ പോര് ആയിരിക്കും കാണാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വട്ടിയൂർക്കാവിൽ മുരളീധരനാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി BJP അവിടെ മുരളീധരനെ ചെക്ക് വെക്കാൻ പത്മജ വേണുഗോപാലിനെ ഇറക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സജീവമായി തന്നെ കേൾക്കുന്നുണ്ട്. അതിന് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയൊന്നും പ്രഖ്യാപിക്കില്ല, വളരെ പതുക്കെ പ്രഖ്യാപിക്കുള്ളൂ. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നോക്കിയിരിക്കുകയാണ്, ഈ പറയുന്നത് പോലെ UDF മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് നോക്കിയിരിക്കുകയാണ് LDF മുന്നണിയും BJPയും. കാരണം ഇവർ നിർത്തുന്നതിന് ബദലായി ചെക്ക് വെക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വെക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ കോൺഗ്രസിന്റെ വളർച്ചയിൽ കൃത്യമായി ഭയപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം പത്മജ വേണുഗോപാലിനെ അവിടെ പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശാന്തും പത്മജ വേണുഗോപാലും എതിരായി വന്നാൽ മുരളീധരന് നേരിടാൻ വേണ്ടി പോകുന്നത് വലിയൊരു മത്സരം തന്നെയായിരിക്കില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയോ, ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിലെ കെ മുരളീധരന്റെ പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ കെ മുരളീധരൻ എവിടെ മത്സരിക്കാൻ പോകുന്നു, കെ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം ഏത്, ഇത് മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത പ്രിവിലേജ്, അത് പ്രാധാന്യം കെ മുരളീധരന് കിട്ടും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മുരളീധരൻ എവിടെ മത്സരിച്ചാലും അദ്ദേഹത്തിന് പിടിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം വോട്ടുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു സ്വാധീനമുണ്ട്. നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് പോലെ പാർട്ടി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴും പാർട്ടി ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ എപ്പോഴും കെ മുരളീധരന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുരളീധരൻ തുറന്നു പറഞ്ഞത് പാർട്ടി തന്നെ ബലിയാടാക്കുകയാണ് എന്നുള്ളത്. അതൊരിക്കലും ബലിയാടാക്കുന്നതല്ല, പാർട്ടിക്ക് മുരളീധരനിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇവിടെ വട്ടിയൂർക്കാവ് പോലൊരു മണ്ഡലത്തിൽ മുരളീധരനെ നിർത്തുന്നതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത്. വട്ടിയൂർക്കാവ് മുരളീധരൻ ജയിച്ച സ്ഥലമാണ്. തീർച്ചയായിട്ടും. ഒന്നല്ല രണ്ട് തവണ. കാര്യം ഞാൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത്. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ സേഫ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് പിടിച്ച് നേരെ വടകരയിലേക്ക്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും, കോൺഗ്രസിന് ഇത്രയ്ക്ക് ജനപ്രിയ സ്ഥാനാർത്ഥികളുടെ കുറവാണോ? നമുക്ക് ചോദിക്കുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസിൽ അത്രയ്ക്ക് സ്ഥാനാർത്ഥികളുടെ ലഭ്യത കുറവാണോ എന്നൊരു സംശയം. കാര്യം അതുകൊണ്ടല്ല, ഇപ്പോൾ നേരത്തെ ചേട്ടൻ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ രണ്ട് തവണ 2011-ലും 2016-ലും ഇദ്ദേഹം വിജയിച്ചു കയറിയതാണ്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകരയിൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു, അവിടെ വിജയിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. 2021-ൽ VK പ്രശാന്ത് തന്നെ വീണ്ടും വിജയം ഉറപ്പിക്കുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കാൻ 2011-ലും 2016-ലും എന്ന് പറയുമ്പോൾ 2011-ൽ വിജയിച്ച അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കുറവായിരുന്നു 2016-ൽ വിജയിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായും ഒരുപക്ഷെ 2021-ൽ അദ്ദേഹത്തിന് അത്ര പോലും ഭൂരിപക്ഷം ലഭിച്ചേക്കില്ലായിരിക്കാം വിജയിച്ചാൽ. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. കാര്യം എന്ന് വെച്ചാൽ 16-ൽ പറ്റിയത് കുമ്മനം രാജശേഖരൻ മത്സരിച്ചു. ഇതിനകത്ത് പറ്റിയെന്ന് വെച്ചാൽ സത്യം ഇതാണ്, CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വട്ടിയൂർക്കാവിൽ മുരളീധരനെതിരെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലായിരുന്നു. അതാണ് സത്യം. ഈ VK പ്രശാന്ത് എന്ന് പറയുന്ന കഴക്കൂട്ടത്തുകാരനായ ഒരു വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലം ഈ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അദ്ദേഹം മേയർ ആകുന്നത് പോലും ഈ CPM-നകത്ത് ഒരു മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കണം മേയർ എന്ന് അറിഞ്ഞുകൊണ്ട് വരെ അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് അവർക്കിട്ട് പണിഞ്ഞ് അവർ തോക്കും. ഇപ്പൊ ആര്യ എങ്ങനെയാണ് മേയർ ആയത്? വേറെ പുഷ്പലത എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു. അങ്ങനെയാണ് ആര്യ വരുന്നത്. അതുപോലെ ഈ പ്രശാന്ത് വരുന്നതും അവരുടെ ഒരു മേയർ സ്ഥാനാർത്ഥി തോറ്റപ്പോൾ പകരക്കാരനായി പ്രശാന്ത് വന്നതാണ്. ഈ പ്രശാന്ത് മേയർ ബ്രോ ആവുകയും ആ ഒരു കോവിഡ് സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മേയറായിരുന്നു. ബ്രോ എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ട, അങ്ങനെയാണ് അവർക്ക് കിട്ടാത്തൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവിന്റെ പൊതു സ്വഭാവം. അത് പൊതുവെ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്, NSSന് ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ജയിച്ചിട്ടുള്ളത് B വിജയകുമാർ എന്ന് പറയുന്ന കരുണാകരനൊപ്പം നിന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം മരിച്ചുപോയി, B വിജയകുമാർ എന്ന് പറയുന്നത്. അത് NSSന് വളരെ പ്രാധാന്യമുള്ള, ജാതി രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അവിടെയാണ് ഈ പ്രശാന്ത് ജയിച്ചത്. അത് പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മുരളീധരൻ ഇത്രയും സേഫായി. കാര്യം അവിടെ താമസിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്, ഇവര് ഈ പറയുന്ന പോലെ CPM ഒരു നല്ല സ്ഥാനാർത്ഥിയില്ല, ചെറിയാൻ ഫിലിപ്പ് ഒരിക്കൽ മത്സരിച്ചത് ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഇടയ്ക്ക് ഉള്ളതെല്ലാം തന്നെ പത്തനംതിട്ട, കോന്നി, ഇടുക്കിയിലൊക്കെയുള്ള അച്ചായമാരാ. അവരെ ഒരു സിംഗിൾ വോട്ട് പോലും ഈ ചെറിയാൻ ഫിലിപ്പിന് കിട്ടിയിട്ടില്ല. അതിനുശേഷം TN സീമ എന്ന് പറഞ്ഞിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഒരു നേതാവ് TN സീമ, അറിയാമല്ലോ അവരെയാണ് രണ്ടാമത് അടുത്ത തവണ മത്സരം. അവിടെ ഈ 2 തവണയും ജയിച്ചത് മുരളീധരനാണ്. അതാണ് പിന്നെ ഹർഷ പറഞ്ഞത് 2016-ൽ അവരെ വോട്ട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞത്. അന്ന് കുമ്മനം മത്സരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പത്മജ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ, പത്മജ മത്സരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഒരു സഹോദരൻ സഹോദരി എന്നതിനേക്കാളും BJPക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും പത്മജ. തീർച്ചയായിട്ടും. കാര്യം അവിടുത്തെ നായരോട്ട്. കാര്യം ഈ പറയുന്ന പോലെ മുരളീധരന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ BJP വിരോധം, RSS വിരോധമുള്ള ഒരു നേതാവാണ് മുരളീധരൻ.
കാര്യം അവരെ അത്രയ്ക്ക് നിശിതമായി വിമർശിക്കുന്ന ഒരു ഭാഷയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല. അവിടുത്തെ ഓട്ടം എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് ഓട്ടം എന്ന് പറയുമല്ലോ, എന്ന് വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എപ്പോഴും വേണോ പോകാമല്ലോ, അങ്ങനത്തെ ഒരു ഓട്ടം ഉള്ളത് ഇവർക്കാണ്, ഈ BJP അവർക്ക്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയാണ്, കുറേ ബിസിനസ്സുകാരുടേതാണ്, ഇവരുടെയൊക്കെ കുറേ പത്തനംതിട്ടയും കോന്നി ഇടുക്കിയിലൊക്കെ വന്ന വരുത്തന്മാരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുരളീധരന് ജയിച്ച മണ്ഡലമാണ് എന്നുണ്ടെങ്കിലും മുരളീധരൻ നിൽക്കുമ്പോൾ തീ പറന്ന അല്ലെങ്കിൽ BJPയുടെ വോട്ടാണ് നിർണായകമാകാൻ പോകുന്നത്. അതെ, പക്ഷേ BJP ഇപ്പോൾ പത്മജ വേണുഗോപാൽ ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് പൂർണ്ണമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് പോലെ ശ്രീലേഖയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അത് മുരളീധരന് ഗുണം ചെയ്യാൻ സാധ്യതയേറെയാണ്. അല്ല, ശ്രീലേഖ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയും ശ്രീലേഖയോട് അത്ര വലിയ താല്പര്യം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാര്യം പ്രശാന്ത് ഒരു നല്ല MLA ആണ്, അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കുറെ പ്രവൃത്തികൾ. പക്ഷെ ഒക്കെ ആണെങ്കിൽ എത്ര പെർഫോമൻസ് ഉള്ള MLA-മാരായിരുന്നാലും ആന്റി ഇൻകംബൻസിയിലും മുഖ്യമന്ത്രിയുടെ മുഖവും നോക്കിയിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെ ഓർത്തിട്ട് ചിലപ്പോൾ പാർട്ടിക്കാർ തന്നെ മാറി ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോയാൽ അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിൽ ഈ പറയുന്നത് പോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് വോട്ടായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ BJP അല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് CPM-ന്റെ വോട്ട് ചിലപ്പോൾ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു, എത്രയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച MLA ആണെങ്കിലും ഈ ശ്രീലേഖയുമായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പ്രശാന്തിന് ചെറിയൊരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, അത് ഹർഷ അത് ഈ പറയുന്ന പോലെ അത് നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറി ഗെയിം കളിക്കാൻ വേണ്ടി നോക്കിയതാണ്. അതെ, അവിടെ അങ്ങനെ ഒരു മുൻകരുതൽ എടുത്തത് കൊണ്ട് വലിയ ചെറുതായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു, നാരോ മാർജിനിൽ രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. അതെ, അതിന് പിന്നാലെയാണ് ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആന്റി ഇൻകംബൻസി ആണെങ്കിൽ പോലും, അതല്ല പിണറായി വിരുദ്ധതയാണെങ്കിൽ പോലും, ഇതെല്ലാം തന്നെയും കൃത്യമായി പ്രതിഫലിക്കാൻ സാധ്യതയുള്ളിടത്ത് ശബരിമല പോലെ വലിയൊരു വിഷയം അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഭവന സന്ദർശനം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പോലും അവരുടെ ലഘുലേഖയിൽ കൃത്യമായി CPM-നെതിരെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ വിലയിരുത്തുമ്പോൾ CPM-ന് അവിടെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ CPM-ന്റേതായിട്ടുള്ള CPM-ൽ നിന്നും മാറിപ്പോകുന്ന വോട്ടുകൾ അത് ആർക്ക് ലഭിക്കും? പത്മജയെ നിർത്തുകയാണെങ്കിൽ പത്മജയോ മുരളീധരനോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ മുരളീധരൻ അവിടെ ഒരു വിജയ സാധ്യത ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ല ഹർഷ, ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പത്മജയാണ് മത്സരിക്കുന്നെങ്കിൽ പോലും പിന്നെ ഈ പ്രശാന്ത് ആണെങ്കിൽ പോലും മുരളീധരന് കിട്ടാനുള്ള കോൺഗ്രസ് വോട്ട് കിട്ടും. പക്ഷെ ബാക്കിയുള്ള വോട്ടുകൾ മുരളീധരൻ. കാര്യം ഞാൻ തന്നെ ഒരിക്കൽ നമ്മൾ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്, മുരളീധരൻ ഡിക്കിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫൊക്കെ വോട്ട് ചെയ്തത് മുരളീധരനാണ്. ഒരു സഹതാപ വോട്ട് മുരളീധരന് കിട്ടി. പക്ഷെ മുരളീധരൻ ഒരുപാട് കാര്യങ്ങൾ വട്ടിയൂർക്കാവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പ്രശാന്ത് ചെയ്തു എന്ന് പറയുമ്പോഴും അതിന് തുടക്കമിട്ടത് മുരളീധരനാണ്. മുരളീധരൻ ഒരു വളരെ ജനസമ്മതിയുണ്ട്, ജനസമ്മതനായ ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് പ്രശാന്ത് എന്ന് പറയുന്ന ആ ഒരു MLA-യുടെ വ്യക്തിപ്രഭാവത്തിലാണ് അവർ നോക്കുന്നത് ഇതിനതീതമായിട്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ പത്മജ മത്സരിക്കുകയാണെങ്കിൽ തീ പാറുന്ന മത്സരം ഉറപ്പാണ്. മുരളീധരന് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടിനൊപ്പം BJP-യിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളിൽ നിന്നോ വോട്ട് കൂടെ കിട്ടിയാലേ മുരളീധരൻ ജയിക്കുകയുള്ളൂ. ആ വോട്ട് എങ്ങോട്ട് പോകുന്നു? അവിടെയുള്ള ശാസ്തമംഗലം, വട്ടിയൂർക്കാവ്, പിന്നെ ഈ പറയുന്ന കവടിയാറ്, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ആ ഏരിയകളിലൊക്കെയുള്ള വോട്ട് കുറേയധികം ഹിന്ദു വോട്ടുണ്ട്, RSS ഹിന്ദു വോട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ കുറേ ക്രിസ്ത്യൻ വോട്ടുണ്ട്. ഈ വോട്ടൊക്കെയാണ് തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. മുരളീധരനെ സംബന്ധിച്ച് മുരളീധരന് ജയസാധ്യത ശ്രീലേഖയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുരളീധരൻ ജയിക്കാനാണ് സാധ്യത. പ്രശാന്തിന് ഈ ആന്റി ഇൻകംബൻസിയും മുഖ്യമന്ത്രിയുടെ മുഖവും വിനയായി തന്നെ തീരും. പ്രശാന്ത് എത്ര സമ്മതനായെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ മുഖം, ആന്റി ഇൻകംബൻസി അതൊരു വലിയ ഫാക്ടറാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം മുരളീധരന്, അവിടെ താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു മുരളീധരന് ഒരു നാരോ മാർജിനിലെങ്കിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തീ പാറുന്ന മത്സരമായിരിക്കും.